നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫെബ്രുവരി 12, 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സാണ്. ഇന്നത്തെ ദിവസം ഒരു രക്ഷയുമില്ല. വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ ഒരു ഖനി തന്നെയാണെന്ന്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തുടങ്ങാം, അല്ലേ? അപ്പോൾ ഇന്നത്തെ ഈ വാർത്തകളിൽ നിന്ന് എത്രയെത്ര പരീക്ഷാ ചോദ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് നമുക്ക് നോക്കിയാലോ? ഒരു പേനയും പേപ്പറും എടുത്ത് റെഡിയായി ഇരുന്നോളൂ. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ പോയിന്റും നിങ്ങൾക്ക് ഒരു മാർക്ക് നേടിത്തരാൻ സാധ്യതയുള്ളതാണ്. ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, നമുക്കാദ്യം നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. പ്രത്യേകിച്ച് കേരള PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതൊരു ഗോൾഡൻ ചാൻസാണ്. നമ്മുടെ നാട്ടിൽ നടന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ഒരു പുരസ്കാരമാണ്. ദേശീയ ജലപുരസ്കാരം. ജലസംരക്ഷണം ഗംഭീരമായി നടത്തിയതിന് നമ്മുടെ കൊല്ലം ജില്ലാ പഞ്ചായത്തിനാണ് ഈ അവാർഡ് കിട്ടിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ നിർണായകമാണ്, ഓർത്തുവെച്ചോളൂ. ഒന്ന്, പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഉത്തരം കൊല്ലം ജില്ലാ പഞ്ചായത്തിന്. രണ്ട്, ഈ പുരസ്കാരം നൽകുന്നതാരാണ്? കേന്ദ്ര ജലശക്തി മന്ത്രാലയം. ഈ രണ്ട് പോയിന്റും മാറിപ്പോവരുത്, നോട്ട് ചെയ്തു വെച്ചോളൂ. അടുത്തത് ഒരു ചരിത്ര നേട്ടമാണ്. ഈ സംഖ്യ നോക്കൂ, 1000 കോടി രൂപ. കേരളത്തിന്റെ സ്വന്തം ബാങ്കായ കേരള ബാങ്ക് ആദ്യമായിട്ടാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ 1000 കോടി രൂപയ്ക്ക് മുകളിൽ ലാഭം നേടുന്നത്. ഇത് 2025-26 സാമ്പത്തിക വർഷത്തെ കണക്കാണ്. സംസ്ഥാനത്തിന്റെ സഹകരണ മേഖലയുടെ ഒരു വലിയ നേട്ടമാണിത്. അതുകൊണ്ടുതന്നെ പരീക്ഷയ്ക്കും ഇത് വളരെ ഇമ്പോർട്ടന്റാണ്. ഇനി നമുക്ക് മറ്റ് രണ്ട് പ്രധാന പുരസ്കാരങ്ങൾ നോക്കാം. പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്നൊരു രീതിയാണ് പുരസ്കാരവും അത് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതും. ആദ്യത്തേത് കലാലോകത്ത് നിന്നാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ പുരസ്കാരം. ഇത് മോഹിനിയാട്ടം എന്ന കലാരൂപത്തിലെ മികവിനാണ് നൽകുന്നത്. രണ്ടാമത്തേത് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവർക്കുള്ളതാണ്. PV സാമി സ്മാരക പുരസ്കാരം. ഇത് സാമൂഹിക സേവനത്തിനുള്ള അംഗീകാരമാണ്. ഈ മേഖലകൾ പ്രത്യേകം ഓർത്തുവെക്കണം. അപ്പോൾ 2026 ഈ പുരസ്കാരങ്ങൾ ആർക്കൊക്കെയാണ് കിട്ടിയതെന്ന് നോക്കണ്ടേ? മോഹിനിയാട്ടത്തിനുള്ള കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ പുരസ്കാരം നേടിയത് പ്രശസ്ത നർത്തകിയായ മിഥുന ശ്യാമാണ്. ഇനി സാമൂഹിക സേവനത്തിനുള്ള PV സാമി സ്മാരക പുരസ്കാരം നേടിയത് പരിസ്ഥിതി പ്രവർത്തകനായ CR നീലകണ്ഠനാണ്. പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചേരുംപടി ചേർക്കുക എന്ന രീതിയിൽ ഈ ചോദ്യം വരാം. അതുകൊണ്ട് പുരസ്കാരം, വ്യക്തി, മേഖല ഈ മൂന്നും ഒരുമിച്ച് ലിങ്ക് ചെയ്ത് തന്നെ പഠിച്ചു വെക്കണം. കേരളത്തിൽ ആദ്യത്തേത് എന്ന് കേട്ടാൽ ഉടനെ അതൊരു പരീക്ഷാ ചോദ്യമാണെന്ന് ഉറപ്പിച്ചോളൂ. ഇതാ അങ്ങനെയൊന്ന്. കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ്. ഇതെവിടെയാണ് പ്രവർത്തനം തുടങ്ങിയത്? മറ്റെവിടെയുമല്ല, നമ്മുടെ കൊച്ചി സിറ്റിയിൽ. മറക്കരുത്, കൊച്ചിയാണുത്തരം. ഓക്കെ, കേരളത്തിലെ വാർത്തകൾക്ക് ശേഷം നമ്മളിനി ദേശീയ തലത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയുടെ വികസന രംഗത്തെ ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. വരുണ 2026. എന്താണിത്? ഇതൊരു സംയുക്ത നാവിക അഭ്യാസമാണ്. അതായത് ഒരു ജോയിന്റ് നേവൽ എക്സസൈസ്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ഫ്രാൻസും. ഇത് ഓർക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. വരുൺ എന്നയാൾ തന്റെ ഫ്രഞ്ച് സുഹൃത്തിന്റെ കൂടെ കപ്പലിൽ ഒരു യാത്ര പോയി എന്നോർത്താൽ മതി. അപ്പോൾ വരുണ കേട്ടാൽ ഉടനെ ഇന്ത്യയും ഫ്രാൻസും ഓർമ്മ വരും. സിമ്പിൾ. ഇതൊരു 5 സ്റ്റാർ ചോദ്യമാണ്, തീർച്ചയായും ശ്രദ്ധിക്കണം. ഇന്ത്യയിലെ സോളാർ സിറ്റി പദ്ധതി. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സോളാർ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം മധ്യപ്രദേശിലെ സാഞ്ചിയാണ്. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ത്യയിലെ രണ്ടാമത്തെ സോളാർ സിറ്റിയായി മാറാൻ പോകുന്നത് ഉത്തർപ്രദേശിലെ അയോധ്യയാണ്. അപ്പോൾ ആദ്യത്തേതും ഏറ്റവും പുതിയതും പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി 3 പ്രധാനപ്പെട്ട ദേശീയ വാർത്തകൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. 1, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പുതിയൊരു IIT വരുന്നു. 2, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസന ഏജൻസിയായ നോർത്ത് ഈസ്റ്റേൺ കൗൺസിലിന്റെ പുതിയ അധ്യക്ഷനായി അസം ഗവർണറായ ഗുലാബ്ചന്ദ് കഥാരിയയെ നിയമിച്ചു. 3, ഇന്ത്യയിലെ ആദ്യത്തെ സിംഗിൾ പിയർ ഹൈവേ ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വരുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഉത്തർപ്രദേശ് ഇന്ന് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യ വിട്ട് ഒന്ന് ലോകം ചുറ്റിവരാം. അന്താരാഷ്ട്ര തലത്തിലും ശാസ്ത്രരംഗത്ത് നടന്ന ചില പ്രധാന സംഭവങ്ങൾ. ഇന്ത്യൻ പരീക്ഷകൾക്കിവ എങ്ങനെ പ്രസക്തമാകുന്നു എന്നും നമുക്ക് നോക്കാം. ഫെബ്രുവരി 12 ഒരു വലിയ പ്രത്യേകതയുണ്ട്. ഇത് പരിണാമസിദ്ധാന്തത്തിന്റെ പിതാവായ ചാൾസ് ഡാർവിന്റെ ജന്മദിനമാണ്. ലോകം മുഴുവൻ ഈ ദിവസം അന്താരാഷ്ട്ര ഡാർവിൻ ദിനമായി ആചരിക്കുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ ഒരു പടികൂടി മുന്നിലാണ്. നമ്മൾ ഫെബ്രുവരി 12 മുതൽ 18 വരെയുള്ള ഒരാഴ്ച ഡാർവിൻ വാരമായി ആഘോഷിക്കുന്നു. അപ്പോൾ ദിനവും വാരവും തമ്മിലുള്ള വ്യത്യാസം ഓർത്തുവെക്കണം. ഇനി അന്താരാഷ്ട്ര തലത്തിലെ 3 പ്രധാന വാർത്തകൾ. 1, സയൻസ് ആൻഡ് ടെക്കിൽ നിന്ന്. ജപ്പാന്റെ ബഹിരാകാശ ഏജൻസിയായ JAXA ചന്ദ്രന്റെ അധികം പര്യവേക്ഷണം ചെയ്തിട്ടില്ലാത്ത ഇരുണ്ട ഭാഗം പഠിക്കാനായി ഒരു പുതിയ റോവർ വിക്ഷേപിച്ചു. 2, കൾച്ചറൽ ഡിപ്ലോമസിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത.
കംബോഡിയയിൽ സംസ്കൃതം പഠിക്കാൻ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്പ് പുറത്തിറക്കി. അതിന് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുത്തത് നമ്മുടെ ഇന്ത്യയാണ്. മൂന്നാമത്തേത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാവുന്നൊരു നേട്ടമാണ്. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ ചീഫ് ഓഫ് സ്റ്റാഫായി ഒരു ഇന്ത്യൻ വംശജൻ നിയമിതനായി. ഇത് വളരെ ഉയർന്ന ഒരു പദവിയാണ്. ഇനി ഒരു റാപ്പിഡ് ഫയർ റൗണ്ടാണ്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരു കാരണവശാലും വിട്ടുപോകാതെ പഠിക്കേണ്ട ചില കാര്യങ്ങൾ. റെഡിയല്ലേ? നമുക്ക് വളരെ വേഗത്തിൽ നോക്കിപ്പോകാം. ഫെബ്രുവരി 12. ഇന്ത്യയിൽ ഈ ദിവസം ദേശീയ ഉൽപ്പാദനക്ഷമതാ ദിനമാണ്, അഥവാ നാഷണൽ പ്രൊഡക്ടിവിറ്റി ഡേ. വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണിത്, മറന്നു പോകരുത്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. പരീക്ഷകളിൽ തീം അല്ലെങ്കിൽ പ്രമേയം വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശീയ ഉൽപ്പാദനക്ഷമതാ ദിനത്തിന്റെ 2026 തീം ഇതാണ്: ഇന്നോവേറ്റ് ടു എലിവേറ്റ് ഇന്ത്യാസ് പാത്ത് ടു 2047. ഈ വാചകം ഒരു മാറ്റവും വരുത്താതെ അതേപടി ഓർമ്മയിൽ വയ്ക്കുക. ഫെബ്രുവരി 12 മറ്റ് 2 പ്രധാന കാര്യങ്ങൾ കൂടി. ഒന്ന് നമ്മുടെ പ്രതിരോധ രംഗത്ത് നിന്നാണ്. അഗ്നി 5 മിസൈലിന്റെ രാത്രികാല പരീക്ഷണം ഒഡീഷ തീരത്ത് വെച്ച് വിജയകരമായി പൂർത്തിയാക്കി. ലൊക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, ഒഡീഷ തീരം. ചരിത്രത്തിലേക്ക് നോക്കിയാൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് എബ്രഹാം ലിങ്കന്റെ ജന്മദിനം കൂടിയാണ് ഈ ദിവസം. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുല്ലേ? ഇനി പഠിച്ചതൊക്കെ ഓർമ്മയിലുണ്ടോ എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ? നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാനും പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കാനും വേണ്ടി ഇതാ ഒരു ചെറിയ ക്വിസ്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാ: ഇന്ത്യയിലെ 2ാമത്തെ സോളാർ സിറ്റി വികസിപ്പിക്കുന്നത് എവിടെയാണ്? ഒന്ന് ഓർത്തു നോക്കിക്കേ. ഉത്തരം കിട്ടിയോ? അതെ, ഉത്തർപ്രദേശിലെ അയോധ്യ. ശരിയാക്കിയവർക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ ഓർമ്മശക്തി ഗംഭീരമാണ്. ഓക്കെ, 2ാമത്തെ ചോദ്യം. വരുണ 2026 എന്ന നാവിക അഭ്യാസം ഇന്ത്യയും വേറെ ഏത് രാജ്യവും തമ്മിലാണ് നടക്കുന്നത്? നമ്മുടെ കോഡ് ഓർമ്മയുണ്ടോ? അതെ, ഉത്തരം ഫ്രാൻസ്. നമ്മുടെ വരുണും ഫ്രഞ്ച് സുഹൃത്തും. ആ കോഡോർത്തവർക്ക് ഇത് വളരെ എളുപ്പമായിരുന്നു അല്ലേ? അവസാനത്തെ ചോദ്യം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, ശ്രദ്ധിച്ച് ഓർത്തുനോക്കൂ. ദേശീയ ഉൽപ്പാദനക്ഷമതാ ദിനത്തിന്റെ 2026 പ്രമേയം എന്തായിരുന്നു? ഉത്തരം മനസ്സിൽ വന്നില്ലേ? ഇന്നത്തെ ഈ ഒരു ദിവസം കൊണ്ട് മാത്രം നമ്മൾ എത്ര പരീക്ഷാ ചോദ്യങ്ങളാണ് പഠിച്ചതെന്ന് ഒന്ന് ഓർത്തുനോക്കൂ. ഇതാണ് സ്ഥിരതയുടെ ശക്തി. ഇതുപോലെ ഓരോ ദിവസവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു മുന്നോട്ട് പോയാൽ വിജയം നിങ്ങളെ തേടിയെത്തും. അടുത്ത വിശകലനത്തിൽ കൂടുതൽ അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.